എൻ്റെ പുറകിൽ കാണുന്ന ആ റഹ്മത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇതാണ് നമ്മുടെ ബോർഡർ ചിക്കൻ കിട്ടുന്ന സ്ഥലം. നമുക്കപ്പോൾ അവിടെ കയറി ഒന്ന് കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ റഹ്മത്ത് റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നാണ് ബോർഡർ ചിക്കൻ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ടേസ്റ്റ്. ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് വീഡിയോസ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. തിരക്കും സംഭവങ്ങളും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, ഗ്യാസിലല്ല, നോർമൽ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഷെഫ്. ഇവിടുത്തെ റാഹത്ത് ഹോട്ടലിലെ ഫുൾ കുക്കിംഗ് ചെയ്യുന്ന പുള്ളിയാണ്. ഇതാണ് സുലൈമ ചേട്ടൻ. പുള്ളിയാണ് ഇവിടെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. அண்ணா ஒரு ஹாய் சொல்லுங்க. யூடியூப் ஐட்டம்ஸின் பேரൊക്കെ சொல்லுங்க. காடை ஒருக்க சொல்லுங்க. காடை ஓகே. காடை பெப்பர் போட்டு ஃப்ரை பண்ணிடுங்க. ஓகே. என்ன ஐட்டம்ஸ் எல்லாம் இருக்கு? நாட்டுக்கோழி சிக்கன் இருக்கு. நாட்டுக்கோழி சிக்கன், நாட்டுக்கோழி லெக் பீஸ் பெப்பர் சிக்கன். ஓகே. இது ஜஸ்ட் பீஸ் பெப்பர். ஓகே. வேற என்ன ஐட்டம்ஸ் எல்லாம்? ஐட்டத்தின் பேர்லாம் சொல்லுங்க. பரோட்டா இருக்கு, முட்டை கொத்து பரோட்டா இருக்கு, முட்டை வீச்சு இருக்கு, எக் ஆம்லெட், ஆஃப் ஆயில், வழியல், கலக்கி அந்த மாதிரி இருக்கு. அது பேருங்க ஓனர் தரங்க. കൊടുത്ത് എവിടെ ഞാൻ അത് പുള്ളി ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ റാഹത്ത് റെസ്റ്റോറൻറ്റിൻ്റെ രണ്ടാമത്തെ ഒരു ഹോട്ടലാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവർക്ക് 2 ഹോട്ടലുണ്ട്. ഇത് രണ്ടും ഒരാളുടെ തന്നെയാണ്. ഇലയിലാണ് ഭക്ഷണം തരുന്നത്. ഇടിയപ്പം, പുട്ട്, പൊറോട്ട.
നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഇടിയപ്പം, പുട്ട്, പൊറോട്ട. അടിപൊളി. பரோட்டா இருக்குது, சிக்கன் இருக்குது, காடை இருக்குது. வேறு மத்தியானம் மட்டன் பிரியாணி, சிக்கன் பிரியாணி. ஸ்பெஷல் பெப்பர் சிக்கன். பரோட்டா பெப்பர் சிக்கன் தான் அங்கே ஃபேமஸ். அதான் அந்த மாடல் சிக்கன் தான். எங்கேருந்து வரீங்க? 20 നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു. വലിയ റേറ്റ് ഒന്നുമില്ല, മീഡിയം റേറ്റ് തന്നെയാണ്. പുള്ളി പറഞ്ഞ പോലെ ഇത്രയും ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ പുള്ളിയാണ്. പേരെന്താണ്? ഇത് കനി ചേട്ടനാണ്, പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താവശ്യത്തിനും പുള്ളിയെ കാണാൻ മതി. അപ്പോൾ നമ്മളങ്ങനെ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ തമ്പാനൂർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ബൈക്ക് വെച്ചിട്ട് ഇവിടെ നിന്നാണ് ബസ്സിൽ കയറി തെങ്കാശിക്ക് പോയത്. അപ്പോൾ ഇനി ബൈക്ക് എടുത്തിട്ട് തിരിച്ചു പോകണം. അപ്പോൾ ഇവരെയൊക്കെ തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിടണം. നല്ല കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പറയാലേ നമ്മൾ ഇനി അടുത്ത വീഡിയോയിലോട്ട് ഇനി ഓരോരോ പുതിയ വീഡിയോകൾ വരുന്നതായിരിക്കും പെട്ടെന്ന്. അപ്പോൾ ദയവടുത്ത് അകത്ത് കിടന്ന് ഉറക്കമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, പീസ്.